വിജയെ പോലെയുള്ള മുൻനിര കലാകാരികൾ ആദ്യമായിട്ട് ഈ രംഗത്തേക്ക് വന്ന് ഈ കഥാപാത്രങ്ങളെയൊക്കെ വീണ്ടെടുക്കുകയും ഇപ്പോ ഈ കഥാപാത്രങ്ങളുടെ നിർവഹണങ്ങൾ കൂടാതെ തന്നെ വളരെ പുതിയ കാലത്ത് നമുക്ക് ഒരു മലയാള ചെറുകഥയെയോ അല്ലെങ്കിൽ സുഗതകുമാരി ടീച്ചറുടെ ഗജേന്ദ്രമോക്ഷം എന്ന കവിതയെയോ ഒക്കെ നങ്ങ്യാർകൂത്തിന്റെ അല്ലെങ്കിൽ കൂടിയാട്ടത്തിന്റെ വ്യാകരണം ഉപയോഗിച്ച് അഭിനയിക്കാൻ പറ്റുമെന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഇത്രയും കാലം ഈ രംഗത്ത് പ്രവർത്തിച്ച കൂടിയാട്ടക്കാരായ വിശേഷക്കാരുടെയും സ്ത്രീവേഷക്കാരുടെയും ഒക്കെ ലാഭേച്ഛയില്ലാത്ത പരിശ്രമങ്ങൾ കൊണ്ട് ഉണ്ടായതാണ്. ഞാൻ ചെറിയൊരു ഉദാഹരണം മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളുടെ ചിലരെങ്കിലും അമ്മക്കല്ല് എന്നുള്ള നോവല് കേട്ടിട്ടോ വായിച്ചിട്ടോ ഒക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിലെ സാരം ഇതാണ്. ഗീത ടീച്ചർ മഹാഭാരതത്തിലെ ഗാന്ധാരിയുടെ അമ്മയെ കുറിച്ചുള്ള പരാമർശമില്ല എന്ന ഒരു വസ്തുതയിൽ നിന്ന് പിന്നാക്കം സഞ്ചരിച്ചു. ഒരു പക്ഷേ നങ്ങ്യാർകൂത്തിൽ നടി സഞ്ചരിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു പിന്നാക്കമുള്ള സഞ്ചാരം തന്നെയാണ് ടീച്ചർ നടത്തുന്നത്. പക്ഷെ സ്വാഭാവികമായിട്ടും ടീച്ചർ ജീവിക്കുന്നത് പുതിയ ഒരു സാര ടീച്ചറൊക്കെ തുടങ്ങി വെച്ച അല്ലെങ്കിൽ പട്ടാമ്പിയിൽ തുടങ്ങിയ പഴയ സ്ത്രീ പരിഷ്കരണ കേരളത്തിലെ സാമൂഹിക നവോത്ഥാന പശ്ചാത്തലങ്ങളിലൊക്കെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതായതുകൊണ്ട് തന്നെ ടീച്ചർ കാണുന്ന സ്വപ്നങ്ങൾക്കും ടീച്ചർ കാണുന്ന പിന്നോട്ടങ്ങൾക്കും ഒക്കെ വേറെ ചില മാനങ്ങൾ കൂടി ഉണ്ടാവും. അപ്പൊ അത്തരം ചില സൂചനകള് ആ കഥയിൽ ഉപയോഗിച്ചിരുന്നത് ഞാൻ പൂർണ്ണമായിട്ടും ടീച്ചറുടെ നറേഷൻ അതേപോലെ പിൻപറ്റിക്കൊണ്ട് ഒരു രംഗാവതരണം നടത്തല്ല ചെയ്തത്. എന്റേതായിട്ടുള്ള ചില ദൃശ്യങ്ങളും കൂടി അതിൽ കൂട്ടി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ എന്നെ ആകർഷിച്ച ഏറ്റവും വലിയ ഘടകം എന്താന്ന് വെച്ചാൽ ഗാന്ധാരി അമ്മയെ അന്വേഷിച്ച് സഞ്ചരിച്ചുകൊണ്ടിരുന്നു കുട്ടിക്കാലം മുതൽ. അപ്പൊ നമ്മള് പഠിച്ചിട്ടുള്ള പരമ്പരാഗത അവതരണങ്ങൾ ലളിതയുടെയോ സീതയുടെയോ അല്ലെങ്കിൽ സുഭദ്രയുടെയോ ഒന്നും അഭിനയങ്ങളില് ഇപ്പൊ കൃഷ്ണന്റെ ബാല്യം ഒഴിച്ചത് അത് ഒരു പെൺകുട്ടി തന്റെ ബാല്യത്തിനെ അന്വേഷിക്കുന്നത് തന്നെയാണ് അമ്മയെ അന്വേഷിക്കാറ്. അപ്പോ അമ്മയെ അന്വേഷിക്കുന്ന ഗാന്ധാരിയുടെ യാത്ര എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു. അങ്ങനെയാണ് ഞാനത് ചിട്ടപ്പെടുത്തണമെന്ന് വിചാരിച്ചത്. അങ്ങനെ ആ യാത്രയിൽ ഞാൻ ടീച്ചർ ചേർത്തത് കൂടാതെ ചില സംഗതികളും കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഒരു കാര്യം മാത്രം ഘടനാപരമായിട്ട് ഞാൻ പറയാം. അതുവരെ നങ്ങ്യാർകൂത്തിന്റെ ഒരു അവതരണങ്ങളില് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിർവഹണങ്ങളാണ് നങ്ങ്യാർകൂത്ത് എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിച്ചിരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നങ്ങ്യാർകൂത്ത് ഞാൻ ഇവിടെ ഇപ്പോ സാമാന്യം പറയണമെന്ന് മാത്രമേ ഉള്ളൂ. കൂടിയാട്ടമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഏകാഹാര്യത്തിനെ കൂത്തെന്ന് വിളിക്കുന്ന ഒരു ശീലം ഉള്ളത് കൊണ്ട് അങ്ങനെ വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ഇത് ഗാന്ധാരി എന്ന കഥാപാത്രം ഇപ്പൊ ഞാൻ രംഗത്ത് വന്നത് നറേറ്ററായിട്ട് ചേടിയായിട്ട് വന്ന് ചേടി തന്റെ സ്വാമിനിയുടെ പൂർവകഥ പറയാണ്. അപ്പോ ഒരു നറേറ്റർ കഥ പറയുന്നത് പോലെയാണ് എനിക്ക് ഓരോ തവണയും തിരിച്ചു വരാനുള്ള എളുപ്പം. പക്ഷെ ഇപ്പൊ ഞാൻ നാടകത്തിലൊരു ഭാഗം ചെയ്യുന്നതായിട്ടാണ് ഈ ഗാന്ധാരിയെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ ഗീത ടീച്ചർ പറഞ്ഞ ഗാന്ധാരിയുടെ പ്രമേയ പരിസരമുള്ള ഒരു സംസ്കൃത നാടകം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഗാന്ധാരിക്ക് പറയാവുന്ന ഒരു ചൂണി അല്ലെങ്കിൽ ഗദ്യം എഴുതിയിട്ടാണ് കഥാപാത്ര വാക്യത്തോട് കൂടിയിട്ടാണ് ആ ഗാന്ധാരി രംഗത്ത് വരുന്നത്. അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ട അവതരണവും ഞാൻ ചിട്ടപ്പെടുത്തിയ ഗാന്ധാരി തമ്മിലുള്ള വ്യത്യാസം. ഇതിൽ നറേറ്റർക്ക് ഉള്ളതിനേക്കാൾ കുറച്ച് സ്വാതന്ത്ര്യം കുറവാണ് കഥാപാത്രത്തിന് പകർന്നാണ്. പക്ഷെ അങ്ങനെ ഉള്ള സന്ദർഭങ്ങളും കൂടിയാട്ടത്തിലുണ്ട്. ഇപ്പൊ രാവണനായിട്ട് നിന്നുകൊണ്ട് തന്നെ കൈലാസോദ്ധരണവും പാർവതീരവും ഒക്കെ പകർത്താവുന്ന സമയത്ത് ശിവനായിട്ടും പാർവതിയായിട്ടൊക്കെ മണിക്കൂറുകളോളം വ്യാപരിക്കാവുന്ന ഒരു സ്വാതന്ത്ര്യം കൂടിയാട്ടത്തിലുണ്ട്. അപ്പൊ അതായത് ഞാൻ കൂടിയാട്ടത്തിലുള്ള ആ സ്വാതന്ത്ര്യത്തിനെ തന്നെയാണ് ഇവിടെ ഗാന്ധാരിയായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അഭിനയിക്കാൻ പോകുന്ന ഭാഗം ഇത്രയേ ഉള്ളൂ. അവസാന ഭാഗത്ത് ദുര്യോധനൻ വന്ന ഗാന്ധാരിയോട് തനിക്ക് ജയം വരം നൽകണമെന്ന് അപേക്ഷിക്കുകയാണ്. അങ്ങനെ അപേക്ഷിക്കുന്ന സമയത്ത് ഞാൻ അവതരണത്തിന്റെ അവസാന ഭാഗമാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തുടങ്ങുന്ന സന്ദർഭം ഗാന്ധാരി പറയണത് ഞാൻ നൽകിയ യുദ്ധം കഴിഞ്ഞ് കൃഷ്ണൻ ധർമ്മപുത്രരെയും കൊണ്ടുവന്ന് ധർമ്മപുത്രരുടെ കാൽക്കൽ നമസ്കരിച്ചിരിക്കുമ്പോഴാണ് ഗാന്ധാരി തന്റെ ചിന്ത ആരംഭിക്കുന്നത്. അങ്ങനെ ചിന്തയിലൂടെയുള്ള ഗാന്ധാരിയുടെ പോക്കാണ് ഞാൻ അവതരിപ്പിക്കുന്ന ഗാന്ധാരിയിലുള്ളത്.
ആ ഗാന്ധാരി അപ്പോ ഉച്ചരിക്കുന്ന വാക്യാണ് കിണ്ണുഭൂമി മേ ധമ്മജ അനുഗ്രഹോ ഗഹീത ഫള. ഞാനിപ്പോ പറഞ്ഞത് പ്രാകൃത ഭാഷയാണ്. പ്രാകൃത ഭാഷ എന്ന് കേൾക്കുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്. മലയാളിക്ക് പ്രകൃതി മോശമായതുകൊണ്ട് പ്രാകൃതം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്തോ മോശപ്പെട്ട കാര്യമാണെന്ന് ധരിച്ചു പോകും. പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല, വളരെ മനോഹരമായതാണ്. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. നമ്മൾ മോശമാണെന്ന് വിചാരിക്കുന്നെങ്കിലും നമ്മളെക്കാൾ മാധുര്യവും ഭംഗിയൊക്കെ പ്രകൃതിക്കുണ്ട്. അതുകൊണ്ട് പ്രാകൃത ഭാഷ എന്ന് പറയുന്നത് സുന്ദരമായ സംസ്കൃതത്തിന്റെ ഗ്രാമ്യമായ ഭാഷയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ബുദ്ധന്റെ പാലി ഒരു പ്രാകൃതത്തിന്റെ ഒരു വകഭേദമാണ്. അതുപോലെയുള്ള പലതരം പ്രാകൃതങ്ങളുണ്ട്. ആ പ്രാകൃത അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ചൊല്ലിയ ഗഹീത ഫല. ഇതിപ്പം ഗഹീത ഫല എന്നതിന്റെ പ്രാകൃതമാണ് ഉച്ചരിച്ചത്. അതിന്റെ അർത്ഥം അത്രയേ ഉള്ളൂ, ഞാൻ നൽകിയ ധർമ്മം ജയിക്കട്ടെ എന്ന അനുഗ്രഹം ശരിയായോ എന്നാണ് പറയുന്നത്. അപ്പൊ ശരിയായോ എന്നുള്ള ചിന്തയിൽ നിന്നാണ് ആലോചന തുടങ്ങിയത്. അപ്പോ ഇവിടെ വീണ്ടും ഇവിടെ ധർമ്മോത്തരം അനുഗ്രഹിക്കാൻ വന്നു. അതിനു മുൻപ് തന്നെ അനുഗ്രഹം തേടിയെത്തിയ തന്റെ പുത്രനായ ദുര്യോധനന്റെ കാര്യം ആലോചിക്കുകയാണ്. ഞാനിവിടെ അതിന്റെ പകർന്നാട്ടം മുഴുവനായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇപ്പൊ സമയം പോയതുകൊണ്ട് അവസാന ഭാഗം മാത്രമേ ചെയ്യുന്നുള്ളൂ. ദ്രൗപദി അവിടെ അനുഗ്രഹം ചോദിക്കുമ്പോ ഗാന്ധാരിയുടെ ചെവിയിൽ മുഴങ്ങണത് ദ്രൗപദിയുടെ ശാപാണ്. എന്റെ ഭർത്താവായിട്ടുള്ള ഭീമസേനൻ നിന്റെ തൊള്ള പിളർന്ന് നിന്നെ നിഗ്രഹിക്കട്ടെ എന്നുള്ള ശാപമാണ് കേൾക്കുന്നത്. ആ ശാപത്തിനെ കുറിച്ചുള്ള ആലോചനയില് അവിടെ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപമാണ് വിസ്തരിച്ച് പകർന്നു നടന്നത്. അപ്പൊ അതിൽ മുഴുവൻ ഭാഗമൊന്നും ഞാൻ കാണിക്കണില്ല. ആ സമയത്ത് ഗാന്ധാരിക്ക് ഉണ്ടാകുന്ന വികാരത്തിന്റെ പതർച്ചകൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒരു ചെറിയ ഭാഗം സൂചനയായിട്ട് കാണിക്കുകയാണ്. അപ്പൊ അവിടെ ഞാൻ ഈ ഭാഗം കാണിക്കാനുള്ള കാരണം, നോവൽ നിങ്ങൾ വായിച്ചിട്ടില്ല, നോവലിന്റെയും ഏറ്റവും സൂക്ഷ്മമായ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഗാന്ധാരി അനുഗ്രഹിച്ച അനുഗ്രഹത്തിനെ ഗീത ടീച്ചർ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ്. അതായത് നിങ്ങൾക്കറിയാം, പാണ്ഡവരെ എല്ലാവരെയും കൗന്ദയന്മാരെന്ന് വിളിക്കും. പക്ഷെ കൗരവരെ ആരെയും ഗാന്ധാരിയുടെ പേരിൽ ഒരു പര്യായം ഓർക്കില്ല. അപ്പോ ധൃതരാഷ്ട്രന്റെ പുത്രന്മാരൊക്കെ എന്താണ് അച്ഛന്റെ പേരിലാണ് പ്രസിദ്ധരായത്. അത് മാത്രമല്ല, നോവലിന് മുമ്പുള്ള ഭാഗങ്ങളിൽ പറയുന്നുണ്ട് താൻ ഇവിടെ വന്നിട്ട് അമ്മമാരെ കാണണില്ല. ഞാൻ എന്റെ അമ്മ ഇവിടെ അന്വേഷിച്ച് സഞ്ചരിച്ച ഒരു സ്ത്രീയാണ്. ഇവിടെ വന്നിട്ട് എനിക്ക് അമ്മമാരെ കാണാനില്ല. അപ്പൊ അതുകൊണ്ട് വേറെ ഒന്നും ആലോചിക്കില്ല. ധർമ്മവും അധർമ്മവും ഏത് ഭാഗത്താണെന്നൊന്നും ഗാന്ധാരിയുടെ നിലപാട് എടുക്കണില്ല. കുറഞ്ഞ പക്ഷം അമ്മയാണ് ധർമ്മം, അതുകൊണ്ട് കൗന്ദയരെ ജയിക്കട്ടെ എന്നുള്ളതാണ് ഈ അനുഗ്രഹത്തിന്റെ യുക്തി എന്നാണ് ഗീത ടീച്ചർ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ എന്റെ മക്കളൊന്നും എന്റെ പേരിൽ പ്രസിദ്ധരായില്ല, അമ്മയാണ് ധർമ്മം എന്ന് ആണ് ആടപ്രകാരം. അത് കഴിഞ്ഞിട്ടാണ് ധർമ്മം ജയിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചത്. ആ അനുഗ്രഹമാണ് ഇവിടെ ഗാന്ധാരി ആലോചിക്കുന്നത്. കിണ്ണുഭൂമേ ധമ്മജ അനുഗ്രഹോ ഗഹീത ഫള. അതായത് അമ്മയാണ് ധർമ്മം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ധർമ്മം ജയിക്കട്ടെ എന്ന് പറഞ്ഞത്. അല്ലാതെ ധർമ്മം ജയിക്കട്ടെ എന്ന ധർമ്മം എന്ന നിർവചിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു സംഗതിയെ പറ്റിയിട്ടല്ല, അമ്മയുമായിട്ടുള്ള ബന്ധമുള്ളിടത്തേ ധർമ്മമുള്ളൂ എന്നതാണ് ടീച്ചറുടെ വ്യാഖ്യാനം. അങ്ങനെ ആ വിചാരിക്കുന്ന ഭാഗം മാത്രമാണ് ഞാനിപ്പോ അഭിനയിക്കുന്നത്.